ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. കുട്ടികളെ ധാർമ്മിക ചിട്ടയിലൂടെ വളർത്തിയാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകുമെന്നും സമൂഹത്തിൽ ലഹരിക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ ഹെവൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ വലിയ ദൌത്യം നിർവഹിക്കുന്നുണ്ടെന്നും പൊന്നാനി പോലീസ് ഓഫീസർ മുഹമ്മദ് അഷ്റഫ് അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ തൂഫാൻ ഹെവൻസിന്റെ ഐക്യദാർഢ്യം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള ഈ തൂഫാൻ നാർക്കോട്ടിക് ഫണ്ട് എന്ന പരിപാടി രക്ഷിതാക്കളായ നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ പരിസരത്തുള്ള കുട്ടികളെ, നമ്മുടെ വീടിന്റെ പരിസരത്ത് മുക്കുമൂലകളിലുള്ള കുട്ടികൾ എന്തെങ്കിലും പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ 112 എന്നുള്ള നമ്പറിലോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സഹായം ഉടനടി ലഭിക്കുന്നതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അവസരോചിതമായി ഇടപെട്ട് എല്ലാ കാര്യങ്ങളും അധികാരികളെ അറിയിച്ച് നമ്മുടെ ഈ യുവതലമുറയെ അകപ്പെട്ട ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുക എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടേഴ്സ് ഡേ ദിനാചരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ ആദില KP, ഡോക്ടർ അംജിത AP തുടങ്ങിയവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഹെവൻസ് സ്റ്റേറ്റ് ബോർഡ് മെമ്പറും ഹെവൻസ് ഡയറക്ടറുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. പോലീസ് സുരക്ഷാ വിഭാഗം ഓഫീസർ നിസാമുദ്ദീൻ, പ്രിൻസിപ്പൽ ബുഷ്ര ഷർക്കി, PTA പ്രതിനിധി അസ്മ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഹെവൻസ് വിദ്യാർത്ഥിനി നിഹ ഫാത്തിമയുടെ കിറാത്തോടെ ആരംഭിച്ച പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ താഹിറ ടീച്ചർ സ്വാഗതവും റഹ്മത്ത് ടീച്ചർ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് അംഗങ്ങളായ സെൻഫിയ, ഫസീല, നസീബ, ഫർഹാന, സനിയ, ഷെറിൻ, റൊക്സാന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുരക്ഷാ ചുമതലയാണ്. അപ്പോൾ സാറൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രതികളെല്ലാം ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ്. ദിവസവും നൂറുകണക്കിന് എന്ന് പറഞ്ഞ പോലെ പ്രതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഡ്രഗ്സ്, അതുപോലെ പോക്സോ കേസുകളിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താമരശ്ശേരിയിൽ ക്യാൻസർ ബാധിതരായിട്ടുള്ള ഒരു ഉമ്മാനെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം പറഞ്ഞതാണ്, എനിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത പ്രതിഫലമാണിത്. സ്പീച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞു വെച്ചാൽ കൂടുതലും എല്ലാവരും അത് അവഗണിച്ച് കളയുകയോ ചെയ്യുക. വേദന ഉണ്ടെങ്കിൽ ആ പല്ല് പറിച്ച് കളയണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പൊതുവേ പാരൻസിനുള്ളത്. പിന്നെ വരുന്നത് കൂടുതലും കുട്ടികൾ കൂടുതൽ കണ്ടുവരുന്നത് ഈ ആൻറ്റീരിയേഴ്സിൽ, അതായത് ഫ്രണ്ടിലത്തെ പല്ല് ഫുൾ കുറ്റിപ്പല്ലുകളായിട്ട് പോയിട്ടുണ്ടാവും. അത് കൂടുതലും വരുന്നത് രാത്രി പല്ല് തേപ്പിക്കാതെ കിടത്തി ഉറക്കുക, അതേപോലെ പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങിപ്പോവും. ചില മക്കൾ അങ്ങനെയാണ്. അപ്പോൾ ചില പാരൻസ് പറയും പല്ല് വന്നപ്പോൾ തന്നെ ഓൾറെഡി അത് കുറ്റിപ്പല്ലായി പൊടിഞ്ഞു പോയ പല്ലാണ് വരുന്നത് പറയും. പക്ഷെ അങ്ങനെയല്ല, ഓൾറെഡി നമ്മൾ ചെറുപ്പം മുതലേ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും നല്ലൊരു പല്ലായിട്ട് തന്നെ വന്നിരുന്നേനെ. പക്ഷെ ഇനി വന്ന് അതിനെന്ത് ചെയ്യാന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കുറേ ഉണ്ട്. റൂട്ട് കനാൽ പോലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇനി പുതിയ പല്ല് വരും. ഒരു 6 വയസ്സായി കഴിഞ്ഞാൽ പുതിയ പല്ല് വരുമ്പോൾ അതിനുള്ള ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ, അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് രാത്രി കുട്ടികളെ പല്ല് തേപ്പിക്കുക എന്നുള്ളത്. നിർബന്ധമായിട്ടും രാത്രി കുട്ടികളെ പല്ല് തേപ്പിച്ച് തന്നെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഓറൽ ഹൈജീൻ റൊട്ടീൻ കുട്ടികളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.